بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ സദുദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. പരലോകത്ത് നമ്മളെയും നമ്മളുടെ വേണ്ടപ്പെട്ടവരെയും സ്വർഗാവകാശികളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 168ആണ്. ഇതിലെടുക്കുന്നത് സൂറത്തുൻ നാസിയാത്താണ്. അമ്മ സൂറത്തിന്റെ അടുത്ത ശേഷമുള്ള സൂറത്ത്. ഇതിന്റെ പേര് നാസിയാത്ത് എന്നാണ്. സൂറത്തിന്റെ തുടക്കം തന്നെ വന്നാസിയാത്തി ഗർഖൻ എന്നാണ്. അപ്പൊ ആ തുടങ്ങുന്ന ആയത്ത് കൊണ്ട് തന്നെ പേര് വെച്ചു സൂറത്തിന്. ഇതിൽ മലക്കുകളെ കൊണ്ട് സത്യം ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 ആയത്തുകളിലായിട്ട്. ആദ്യത്തെ 5 ആയത്തുകൾ സത്യത്തിന് ഉപയോഗിച്ച വാക്കുകളാണ്. ഒരു സത്യം ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സത്യത്തിന് കസ്മ് എന്നാ പറയാം. കസ്മ് അറബിയിൽ പറയാ കസ്മ് എന്നാണ് സത്യത്തിന്. ഹൽഫ് എന്ന് പറയും. അപ്പൊ കസ്മ് വന്നാൽ ഒരു ജവാബ് വേണം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യപ്പെടുന്ന എന്തിനെ സംബന്ധിച്ച് എന്ന് പ്രതിപാദിക്കണം. എന്നാൽ ചില സ്ഥലത്ത് അത് എന്തിനു വേണ്ടിയാണ് സത്യം ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവില്ല. അത് കളയപ്പെട്ടിട്ടുണ്ടാവും. ഖുർആനിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ. പക്ഷെ അതിലേക്ക് സൂചന നൽകുന്ന, കളയപ്പെട്ടതിലേക്ക് സൂചന നൽകുന്ന ഒന്നോ രണ്ടോ ആയത്തുകൾ ഉണ്ടാവും. അതിൽ നിന്നറിയാം എന്താണ് ഇവിടെ കളഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ആദ്യത്തെ 5 ആയത്തുകൾ കസ്മാണ് ഉള്ളത്. കസ്മ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക. അപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ തന്നെ സത്യം, 1,00,000 ഉറുപ്പ്യ ഞാൻ എടുത്തിട്ടില്ല. 1,00,000 ഉറുപ്പ്യ കളവ് പോയ ഒരു കാര്യമാണെന്നൊക്കെ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ് ജവാബ്. 1,00,000 ഉറുപ്പ്യ കളവ് പോയത് ഞാൻ എടുത്തിട്ടില്ല, അത് സത്യം ചെയ്ത് പറയാം. അപ്പൊ സത്യത്തിന് പറയുന്നത് അള്ളാഹുവിനെ തന്നെ സത്യം എന്നുള്ളത് കസ്മായി, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ജവാബുമായി. ഈ ജവാബ് പറയപ്പെട്ട സന്ദർഭങ്ങൾ വരും, പറയാതിരിക്കുന്നതും വരും. ഇവിടെ ഈ 5 ആയത്തുകള്, ആദ്യത്തെ 5 ആയത്തുകള് ഉപയോഗിച്ചുള്ളത് സത്യത്തിന്റെ വാക്കുകളായിട്ടാണ്. അള്ളാഹുവിനെ തന്നെ സത്യം, 1,00,000 രൂപ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യത്തിന്റെ ഫുൾ ഫോം, സത്യത്തിന്റെ ജവാബിന്റെ കൂടി. അറബിയില് വാവാണ് ഈ സത്യത്തിന് ഉപയോഗിക്കുന്നത്. വ നാസിയാത്തി, വന്നാസിയാത്തി ഗർഖൻ, വന്നാശിതാത്തി നഷ്തൻ, വസ്സാബിഹാത്തി സബ്ഹൻ, ഫസ്സാബിഖാത്തി സബ്ഖൻ, ഫൽമുദബ്ബിറാത്തി അംറൻ. ഇങ്ങനെ 5 ആയത്തുകൾ. ഈ 5ഉം മലക്കുകളെ സംബന്ധിച്ചുള്ളതാണ്. മലക്കുകളെ കൊണ്ട് സത്യം ചെയ്യുക അല്ലാഹു. സൃഷ്ടികൾക്ക് അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. സൃഷ്ടികൾക്ക് സൃഷ്ടാവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വലിയ തെറ്റാണത്. അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. സൃഷ്ടികളെ വിളിച്ചുകൊണ്ട്, സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യൽ അത് പാടില്ലാത്ത വിഷയമാണ്. എന്നാൽ അള്ളാഹുവിന് സൃഷ്ടികളല്ലാതെ മറ്റാരും ഇല്ലല്ലോ സത്യം ചെയ്യാൻ. സൃഷ്ടാവിന്, അള്ളാഹുവിന് സത്യം ചെയ്യല്
അല്ല ഉദ്ദേശിച്ച സൃഷ്ടികളെ കൊണ്ട്. മലക്കുകളെ കൊണ്ട് ചിലപ്പോൾ സത്യം ചെയ്യും, ചിലപ്പോൾ ഭൂമിയെ കൊണ്ട് സത്യം ചെയ്യും, ആകാശത്തെ കൊണ്ട് സത്യം ചെയ്യും. ഇങ്ങനെ ധാരാളം ഖുർആനിലുണ്ട്. ഇവിടെ ഇപ്പോൾ പറയുന്നത് 5 തരം മലക്കുകളാണ്. 5 തരം മലക്കുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ ജോലി സംബന്ധമായി അള്ളാഹു ഏൽപ്പിച്ച ജോലികൾ, ആ ജോലികൾ ചെയ്യുന്ന മലക്കുകളാണ് 5 തരം. അത് ഇനി സൂറത്തിലേക്ക് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒറ്റവാക്കർത്ഥങ്ങൾ. അപ്പോൾ സത്യം ചെയ്യൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ അള്ളാഹു ഏതിനെ ഉദ്ദേശിച്ചെങ്കിൽ അതിനെ കൊണ്ടെല്ലാം സത്യം ചെയ്യാം. മനുഷ്യനത് ചെയ്യാൻ പറ്റില്ല. മനുഷ്യന് സൃഷ്ടാവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ ആയത്താണ് വന്നാസിആത്തി ഗർഖൻ. നാസിആത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മലക്കുകൾ, റൂഹിനെ ഊരിയെടുക്കുന്ന മലക്കുകൾ. വന്നാശിത്താത്തി എന്ന് പറഞ്ഞാലും വന്നാശിത്താത്തി നിഷ്ഠൻ 2-ാമത്തെ ആയത്ത്, അതും റൂഹിനെ ഊരിയെടുക്കുന്ന മലക്കുകളാണ്, റൂഹിനെ പിടിക്കുന്ന മലക്കുകൾ. ആദ്യം പറഞ്ഞത് അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകളാണ്. വന്നാശിത്താത്തി നിഷ്ഠൻ എന്ന 2-ാമത്തെ ആയത്ത് പറഞ്ഞത് മൂമിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകളാണ്. അപ്പൊ എന്തർത്ഥം വന്നു? വന്നാസിആത്തി അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ തന്നെ സത്യം എന്താ പറയാ. വന്നാസിആത്തി ഗർഖൻ, അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ തന്നെ സത്യം. എങ്ങനെയാണ് പിടിക്കുന്നത്? ഗർഖൻ, വളരെ വിഷമത്തോടു കൂടിയാണ്, വളരെ പ്രയാസത്തോടു കൂടിയും വളരെ ഭീകരതയോടു കൂടിയാണ് അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്നത്. ആരും അറിയില്ല. അത് മരണസമയത്ത് പ്രത്യേക ഒരു വ്യത്യാസമൊന്നും ആർക്കും കാണാറില്ലല്ലോ. അത് അല്ലാഹു തആല അതിൻ്റെ ഭീകരതയും വിഷമങ്ങളും ഈ മരിക്കുന്ന ആളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അത് അനുഭവപ്പെടില്ല. പക്ഷെ മരിക്കുന്ന ആളുകൾക്ക് അറിയും അതിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ. വന്നാശിത്താത്തി നഷ്ടൻ 2-ാമത്തെ ആയത്ത്, ഇവിടെ മോമിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ തന്നെ സത്യം. എങ്ങനെ പിടിക്കുന്നത് റൂഹിനെ? അത് വളരെ എളുപ്പത്തിലും വളരെ നിഷ്പ്രയാസം അറിയാതെ കണ്ട് പിടിക്കുക. പിന്നെ അതിന് ചിലർ ഉദാഹരണങ്ങളൊക്കെ പറയും. അപ്പോൾ 2 ആയത്തുകൾ വന്നാസിആത്തി ഗർഖൻ വന്നാശിത്താത്തി നഷ്ഠൻ. അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ തന്നെ സത്യം. വന്നാശിത്താത്തി നഷ്ഠൻ, മോമിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ തന്നെ സത്യം. ഗർഖൻ എന്ന് പറഞ്ഞത് റൂഹിനെ പിടിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ്. അത് വളരെ വിഷമത്തോടു കൂടിയാണ് പിടിക്കുന്നത്. നഷ്ഠൻ എന്ന് പറഞ്ഞതും റൂഹിനെ പിടിക്കുന്ന ഒരവസ്ഥയാണ്. അത് വളരെ എളുപ്പത്തിലും വളരെ നിഷ്പ്രയാസം പിടിച്ചെടുക്കുക. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായ ഒരു വിഷമമൊന്നും അനുഭവപ്പെടില്ല. അപ്പൊ 2 ആയത്ത് കഴിഞ്ഞ് 3-ാമത്തെ ആയത്ത് വസ്സാബിഹാത്തി സബ്ഹൻ. വസ്സാബിഹാത്തി സബ്ഹൻ എന്ന് പറഞ്ഞാൽ, സബഹ എന്ന് പറഞ്ഞാല് വെള്ളത്തിൽ നീന്തുന്നതിനാ പറയാം. നീന്തുന്നത് പോലെ സഞ്ചരിക്കുന്ന മലക്കുകൾ എന്നാണ് ഇവിടെ അർത്ഥം. അപ്പൊ വസ്സാബിഹാത്തി, ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വളരെ സ്പീഡിൽ ഇറങ്ങി വരുന്ന മലക്കുകൾ. എന്തിനാ വരുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രായോഗികമാക്കാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ആകാശത്തു നിന്ന് മലക്കുകൾ ഇറങ്ങി വരിക. അപ്പൊ അങ്ങനെയുള്ള മലക്കുകളെ കൊണ്ട് സത്യം ചെയ്യുക അല്ലാഹു. വസ്സാബിഹാത്തി സബ്ഹൻ, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയുമായും വഹയുമായും ഇറങ്ങി വരുന്ന മലക്കുകളെ തന്നെ സത്യം.
വസ്സാബിഹാത്തി സബഹൻ മൂന്നാമത്തെ ആയത്ത്. നാലാമത്തെ ആയത്ത് ഫസ്സാബിഖാത്തി സബഖൻ. സബക്ക എന്ന് പറഞ്ഞാൽ മുങ്കടക്കുക, സാബിഖാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുങ്കടക്കുന്ന മലക്കുകൾ. സാബിഖാത്തി സബഖൻ, മുങ്കടക്കുക എന്ന് പറഞ്ഞത് മോമിനീങ്ങളുടെ റൂഹുമായിട്ട് സ്വർഗത്തിലേക്ക് വേഗത്തിൽ പോവുക എന്നാണ് അർത്ഥം. മോമിനീങ്ങളുടെ റൂഹുകളുമായി സ്വർഗത്തിലേക്ക് പോകുന്ന മലക്കുകളെ തന്നെ സത്യം എന്നാണ് അർത്ഥം. പിന്നെ അഞ്ചാമത്തെ ആയത്ത് ഫൽ മുദബ്ബിറാത്തി അംറൻ. ദബ്ബറ എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചു, കാര്യങ്ങളെ നിയന്ത്രിക്കുക, ലോകത്തിന്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുക, വീട്ടുകാര്യങ്ങൾ നിയന്ത്രിക്കുക, ഇതിനൊക്കെ ഉപയോഗിക്കാൻ ദബ്ബറ എന്നുള്ള വാക്ക്. മുദബ്ബിർ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ, മുദബ്ബിറത്ത് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൾ അല്ലെങ്കിൽ സ്ത്രീലിംഗം. മുദബ്ബിറാത്ത് നിയന്ത്രിക്കുന്ന മലക്കുകൾ. മലക്കുകൾ എന്നുള്ളത് സ്ത്രീലിംഗാണ്. മുദബ്ബിറാത്ത്, മലായിക്കത്തിൽ മുദബ്ബിറാത്ത്. അൽമലായിക്കത്തുൽ മുദബ്ബിറാത്തു എന്ന് പറഞ്ഞാൽ അൽമലായിക്കത്തു നാസിയാത്തു, അൽമലായിക്കത്തു നാഷിത്താത്തു, അൽമലായിക്കത്തു സാബിഹാത്തു, അൽമലായിക്കത്തു സാബിഖാത്തു, അൽമലായിക്കത്തുൽ മുദബ്ബിറാത്തു. അങ്ങനെയാണ് നിയന്ത്രിക്കുന്ന മലക്കുകൾ. എന്തിനെ നിയന്ത്രിക്കുക? ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മലക്കുകൾ. അംറൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മലക്കുകൾ. ആ മലക്കുകൾ തന്നെ സത്യം. അപ്പൊ 5 തരം മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞു. നാസിയാത്ത്, നാഷിത്താത്ത്. നാസിയാത്ത് അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകൾ, നാഷിത്താത്ത് മോമിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകൾ, സാബിഹാത്ത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് വഹയുമായി ഇറങ്ങുന്ന മലക്കുകൾ, മുദബ്ബിറാത്ത്, സാബിഖാത്ത് മുഅ്മിനീങ്ങളുടെ റൂഹുമായിട്ട് സ്വർഗത്തിലേക്ക് വേഗത്തിൽ പോകുന്ന മലക്കുകൾ, മുദബ്ബിറാത്ത് ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മലക്കുകൾ. ലോകകാര്യങ്ങൾ എന്തൊക്കെ? ഇപ്പോൾ കാറ്റ്, മഴ, ഭക്ഷണം, ഓരോരുത്തരുടെ ഏജ്, വയസ്സ്, ഇതല്ലാത്ത മറ്റു പല കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ മലക്കുകളെ ഏൽപ്പിക്കപ്പെട്ട ജോലി അവർ നിർവഹിക്കും. അതിനുവേണ്ടി അവര് ശ്രമങ്ങൾ നടത്തും. അപ്പൊ അവരുടെ ജോലി അനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെയുള്ള മലക്കുകളെയാണ് അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ മലക്കുകളെ തന്നെ സത്യം എന്ന്. അപ്പൊ 5 തരം മലക്കുകളെ പറഞ്ഞു, അവരുടെ ജോലി സംബന്ധമായിട്ട്. ആ 5 തരം മലക്കുകളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയാം. എന്ത്? ആ സത്യം എന്തിനെ പറ്റിയാ പറയുന്നതെങ്കിൽ അത് ഇവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇനി തഫ്സീർ വായിക്കാം. ഇവിടെ തുബഅസുന്ന വല തുഹാസബുന്ന എന്ന, നിങ്ങൾക്ക് പുനർജന്മം നൽകപ്പെടും, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിനെ തന്നെ സത്യം. ഞാൻ 1,00,000 ഉറുപ്പ്യ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഉദാഹരണം പറയാം. ഈ 5 തരം മലക്കുകൾ തന്നെ സത്യം. അള്ളാഹു പറയാണ്, നിങ്ങളെ പുനർജന്മം നൽകപ്പെടും നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങളെ വിചാരണ ചെയ്യപ്പെടും. ഇതാണ് സത്യവും അതിന്റെ കസുമും അതിന്റെ ജവാബും കൂടി. ഈ തുബാസുന്ന വല തുഹാസബുന്ന, നിങ്ങൾക്ക് പുനർജന്മം നൽകപ്പെടും എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല, കളഞ്ഞിരിക്കുക. വല തുഹാസബുന്ന, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ 2 വാക്ക് ഇവിടെ നിന്ന് കളയപ്പെട്ടതാണ്. അതിനെ അറിയിക്കുന്ന ഒരു വാക്കാണ് യൗമ തർജുഫുർ റാജിഫ തത്ബഉഹ റാജിഫ. 6ഉം 7ഉം ആയത്തുകളാണ്. യൗമ തർജുഫുർ റാജിഫ, സൂറിൽ ഊതപ്പെടുന്ന സമയം, ദിവസം.
സൂറിൽ ഊതപ്പെടുക എന്ന് പറഞ്ഞാൽ കാഹളത്തിൽ സൂറിൽ ഊതുമ്പോൾ ഇത് ഒന്നാമത്തെ ഊത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റജുഫ് ഉണ്ടാവും എല്ലായിടത്തും, എല്ലാവർക്കും. റജുഫ് എന്ന് പറഞ്ഞാൽ വേറെ പ്രകമ്പനം കൊള്ള തസൽസുൽ ഉണ്ടാവും. എല്ലാ വസ്തുക്കളും പ്രകമ്പനം കൊള്ളുന്ന സന്ദർഭമാണ്, ദിവസമാണത്. എങ്ങനെ? ആദ്യത്തെ ഊത്തൂതുമ്പോൾ എല്ലാം മരിച്ചു വീഴും. ഒന്നാമത്തെ ഊത്തിൽ തത്ബഅഹർ റാദിഫ, തുടർന്നു വരുന്ന മറ്റൊരു ഊത്ത്, അത് ആദ്യത്തെ ഊത്തിനെ പിന്തുടരും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഊത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഊത്തുണ്ടാവും. അത് ആ ഊത്ത് കൊണ്ട് ഖബറിലുള്ള എല്ലാവരും എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോവുക. അപ്പൊ ഒന്നാമത്തെ ഊത്ത് റാദിഫ, രണ്ടാമത്തെ ഊത്ത് റാദിഫ. ആദ്യത്തത് റാജിഫ, രണ്ടാമത്തത് റാദിഫ. യൗമ തർജുഫുർ റാദിഫ, പ്രകമ്പനം കൊള്ളുന്ന വസ്തുക്കൾ പ്രകമ്പനം കൊള്ളുന്ന ദിവസം. തത്ബഉഹർ റാദിഫ, അതിനെ തുടർന്ന് വരുന്നത് അതിനെ പിന്തുടരും. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഊത്ത് ആദ്യത്തേതിനെ പിന്തുടരും. ആദ്യത്തെ കഴിഞ്ഞാൽ രണ്ടാമത്തേത്. ഈ രണ്ടാമത്തെ ഊത്തിൽ സംഭവിക്കുന്നത് എന്താ? മരിച്ചവരെല്ലാം പുനർജന്മം നൽകി മഹ്ശറിലേക്ക് യാത്രയാവുക. ആദ്യത്തെ ഊത്തിൽ സംഭവിക്കുന്നത് എന്താ? എല്ലാം ജീവജാലങ്ങളും മരിച്ചു വീഴും. ഇത് അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന കാര്യം. ഇനി ഈ 7 ആയത്തെടുത്ത് ഇതിന്റെ തഫ്സീർ വായിക്കാം. അഖ്സമ ബിൽ മലായികത്തിലെത്തി തൻസിഉ അർവാഹൽ കുഫാരി, അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു. എന്തെന്ന്? നാസിആത്തി ഗർഖൻ ബാലിഗൻ നസ്റൻ ബാലിഗൻ അഖ്സറായ ഫിശ്ശിദ്ദത്തി വൽ ഉസ്ർ, വളരെ ഞെരുക്കത്തിലും ഭീകരതയോടും കൂടിയാണ് അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല. രണ്ടാമത്തെ ആയത്ത് വന്നാശിതാത്തി നഷ്തൻ, അഖ്സമ, അല്ലാഹു സത്യം ചെയ്തു, ബിൽ മലായികത്തി, മലക്കുകളെ കൊണ്ട്, അല്ലത്തി, എങ്ങനെയുള്ള മലക്കുകൾ, തൻസിഉ, ആ മലക്കുകൾ റൂഹിനെ പിടിക്കും, അർവാഹൽ മുഅ്മിനീന, വിശ്വാസികളുടെ ആത്മാവുകളെ. വിശ്വാസികളുടെ ആത്മാവിനെ പിടിക്കുന്ന മലക്കുകൾ ബിസുഹൂലത്തിൻ, വളരെ എളുപ്പത്തിൽ, യൂസരിൻ, വളരെ എളുപ്പത്തിലായിട്ട് റൂഹിനെ പിടിക്കും. ഒരു പ്രയാസമില്ലാതെ റൂഹിനെ പിടിക്കും. അത് പിന്നെ റൂഹിനെ പിടിക്കപ്പെടുന്ന ആളുകള് അല്ലെങ്കിൽ ആത്മാവിന്റെ ആളുകള്, വ്യക്തികള് ഒന്നും അറിയില്ല. കാരണം മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് ഒരു വിഷമമില്ലാത്ത നിലയിലാണ്. ബിസുഹൂലത്തിൽ യൂസർ. മൂന്നാമത്തെ ആയത്ത് വസ്സാബിഹാത്തി സബ്ഹൻ, അഖ്സമ, അല്ലാഹു സത്യം ചെയ്തു, ബിൽ മലായികത്തില്ലത്തി തൻസിലു മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്ന മലക്കുകളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു, ബിഅംദില്ലാ, അള്ളാഹിന്റെ കൽപ്പനയോട് കൂടിയാണ് ഇറങ്ങുന്നത്. വഹയിഹി, അവന്റെ വഹിയും ആയിട്ട്, വഹി ഇറങ്ങുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പിന്നെ വഹിയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നില്ല. കാരണം വഹി സ്റ്റോപ്പായി കഴിഞ്ഞു. അന്ത്യപ്രവാചകനാണ്. പ്രവാചകന്മാർക്ക് വഹി ഇറങ്ങാനുള്ള ആ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു. അന്ത്യപ്രവാചകനാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് പോയതിനു ശേഷം പിന്നെ വഹിയുണ്ടായിട്ടില്ല. അപ്പോ വഹിയുള്ള കാലത്ത് ആണല്ലോ ഇതെല്ലാം. ഖുർആൻ അവതരിക്കുന്നത് വഹിയുള്ള കാലത്താണ്. 23 വർഷം കൊണ്ട്, നബിയുടെ ജീവിതത്തിൽ 23 വർഷം കൊണ്ടാണ് ഖുർആൻ എല്ലാം ഇറക്കി കൊടുത്തത്. ആ കാലത്ത് ഈ ഖുർആൻ ഇറങ്ങിയത്.
ഈ സൂറത്തും അങ്ങനെ തന്നെ. ഖുർആൻ മുഴുവനും ഇറങ്ങിയത് നബിയുടെ ജീവിതത്തിലാണ്, 23 വർഷം കൊണ്ട്. അപ്പം വഹയുമായിട്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ദുന്യാവിലേക്ക് ഇറങ്ങുന്ന മലക്കുകൾ ഈ സബഹ കല്ലദീ യസ്ബഹ ഫിൽ മായി മുസ്ലിമീന, വളരെ വേഗത്തിൽ വെള്ളത്തിൽ നീന്തിപ്പോകുന്ന ആളുകളെ പോലെ, അല്ലെങ്കിൽ വ്യക്തികളെ പോലെ, അല്ലെങ്കിൽ മത്സ്യങ്ങളെ പോലെ, അങ്ങനെയാണ് മലക്കുകൾ, അത്രയും വേഗത്തിലാണ് മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. എന്തിനു വേണ്ടി ഇറങ്ങുന്നതിൽ തംഫീദി അംജില്ലാഹി, അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രായോഗികമാക്കാൻ വേണ്ടി, കൽപ്പന അനുസരിച്ച്. പിന്നെ ഫസാബിഖാത്ത് സബഖൻ അഖ്സമ ബിൽ മലായികത്തില്ലത്തി തസ്ബിഖു ബി അർവാഹിൽ മുഅ്മിനീന ഇലൽ ജന്ന, മുഅ്മിനീങ്ങളുടെ സജ്ജനങ്ങളുടെ ആത്മാവുമായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന മലക്കുകൾ. ഫൽ മുദബ്ബിറാത്തി അംദൻ അഖ്സമ, അല്ലാഹു സത്യം ചെയ്തു, ബിൽ മലായികത്തില്ലത്തി തുദബ്ബിറു ഷൂനൽ കൗനി, ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മലക്കുകളെ കൊണ്ട്. ബി അംദില്ലാഹി തആല, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മലക്കുകൾ. മലക്കുകളെയാണ് അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത് എന്ത്? ലോകകാര്യങ്ങൾ നിയന്ത്രിക്കാൻ. ആ മലക്കുകളെ തന്നെ സത്യം എന്ന് പറഞ്ഞു. അപ്പൊ ലോകകാര്യങ്ങൾ എന്താ? കാറ്റ്, മഴ, അർസാഖ്, വല്ലംതാരി വൽ അർസാഖ്, ഭക്ഷണകാര്യങ്ങള്, വല്ല അമാറ്, ഓരോരുത്തരുടെ വയസ്സുകൾ, മിൻഷൂനി ദുന്യ, ഇതല്ലാത്ത മറ്റ് ദുന്യാവിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അതെല്ലാം നിയന്ത്രിക്കുന്ന മലക്കുകൾ, അവരെ കൊണ്ടും സത്യം ചെയ്തു. അപ്പോ ഇങ്ങനെ അഖ്സമല്ലാഹു, അള്ളാഹു സത്യം ചെയ്തു, ബിഹാദിഹിൽ അസ്നാഫിൽ ഖംസ, ഈ 5 ഗ്രൂപ്പുകളെ കൊണ്ട്, 5 ഗ്രൂപ്പ് മലക്കുകൾ. എന്ത്? അലാ അന്നൽ ഖിയാമ ഹഖ്ഖുൻ, ലോകാവസാനം സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് സത്യം ചെയ്ത് പറയുന്നത്. ജവാബുൽ ഖസ്മി, ഖസ്മിന്റെ ജവാബ് ഞാൻ പറഞ്ഞല്ലോ, സത്യം എന്തിനു ചെയ്യുന്നോ അതും സത്യം ചെയ്യുന്ന വാചകവും രണ്ടും കൂടിയാണ് ഉണ്ടാവേണ്ടത്. അതിന് സത്യം ചെയ്യുന്ന വാക്കിന് ഖസ്മി എന്നും, സത്യത്തിന് എന്തിനു വേണ്ടി സത്യം ചെയ്യുന്നു അതിന് ജവാബും എന്നാണ് അറബിയിൽ പറയാം. അൽ ഖസ്മു, ജവാബുൽ ഖസ്മി, ഖസ്മിന്റെ ജവാബ് മഹ്ദൂഫുൻ, കളയപ്പെട്ടതാണ്. തഖ്ദീറുഹു ലതുബഅസുന്ന വലാ തുഹാസബുന്ന എന്നാണ്. നിങ്ങൾക്ക് പുനർജന്മം നൽകപ്പെടും, വല തുഹാസബുന്ന, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും തീർച്ചയായും. വഖദ്ദല്ല അലൈഹി ഖൗലുഹു, ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ഒരടയാളം എന്താ? യൗമ തർജുഫുർ റാജിഫ, പ്രകമ്പനം കൊള്ളുന്നതെല്ലാം പ്രകമ്പനം കൊള്ളും ആ ദിവസം എന്ന് പറഞ്ഞത് ഈ ആയത്ത് കളഞ്ഞത് ഇന്നതാണെന്ന് അവിടെ മനസ്സിലാവുന്നുണ്ട്. ഈ ആയത്ത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന്റെ മീനിങ് അനുസരിച്ച് ഖിയാമത്ത് നാളിനെ പറ്റിയ പറയുന്നത് പുനർജന്മം നൽകപ്പെടും എന്നാണ് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്, വിചാരണ ചെയ്യും എന്നുള്ളത്. അപ്പൊ യൗമ തർജുഫുർ റാജിഫ, യൗമ യുൻഫഖു ഫിസ്സൂരി അന്നഫഖത്തുൽ ഊല, 6-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് പറയുന്നത്. യൗമ യുൻഫഖു തഫ്സീർ, യൗമ യുൻഫഖു ഫിസ്സൂരി, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. അന്നഫഖത്തുൽ ഊല, ആദ്യത്തെ ഊത്ത്. അല്ലത്തി ഇർതജിഫു, എങ്ങനെയുള്ള നഫ്ഖത്താണ്, ഊത്താണ്. ഇർതജിഫു യതസൽസലു ലഹാ കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും പ്രകമ്പനം കൊള്ളുന്ന ദിവസം. പിന്നെ 7-ാമത്തത് തത്ബഉഹ റാദിഫ, ഇതിനെ തുടർന്ന് വരുന്ന മറ്റൊരു ഊത്തും, അത് 2-ാമത്തെ ഊത്താണ്. തത്ബഉഹ അന്നഫഖത്തു സാനിയ, 2-ാമത്തെ ഊത്ത് അതിനെ ആദ്യത്തേതിന് തുടർന്ന് വരും.
വയ്യ നഫത്തുൽ ഖിയാമി മിനൽ ഖുബൂർ, ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഊത്താണത്. അറാജിഫ വറാദിഫ, അറാജിഫ വറാദിഫ, ഒന്നും രണ്ടും ഊത്തുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ് ഖുർആൻ. ഇത് അറാജിഫ വറാദിഫ ഹുമാ നഫ്ഖത്താനി അല്ലൂല വസാനിയ, ആദ്യത്തെയും രണ്ടാമത്തെയും രണ്ട് ഊത്തുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അറാജിഫ വറാദിഫ, അതിന്റെ മീനിങ് അറാജിഫ എന്ന് പറഞ്ഞാൽ പ്രകമ്പനം കൊള്ളുക, വറാദിഫ എന്ന് പറഞ്ഞാൽ തുടർന്നു വരിക. അമ്മൽ അപ്പോ ആദ്യത്തെ ഊത്ത്, ആ ഊത്ത് കൊണ്ട് തുമീത്ത് കുല്ലി ചെയ്യും, ആ ഊത്ത് എല്ലാ വസ്തുക്കളെയും മരിപ്പിക്കും. അള്ളാഹുവിന്റെ ഇതിനനുസരിച്ച് എല്ലാം മരിച്ചു വീഴും. രണ്ടാമത്തെ ഊത്ത് അമ്മ സ്ഥാനീയാവ് തൊഴിൽ കുല്ലശയും ഇതിനില്ല, എല്ലാ വസ്തുക്കളേക്കും പുനർജന്മം നൽകും രണ്ടാമത്തെ ഊത്ത് കൊണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ സുമ്മദക്കറ തആല ഹാലത്തൽ മുക്കദ്ദിബീൻ, പുനർജന്മത്തെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് പറയാണ്. വമാ യൽഖൗനഹു, അവർ കാണുകയും ചെയ്യുന്നതിനെ പറ്റി മിനശ്ശദാദിൽ അഹ്വാൽ, ഭീകരതകൾ, അന്നേ ദിവസം ഭീകരമായ സംഭവങ്ങളെ അവർ അഭിമുഖീകരിക്കും. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് പറയുന്നതാണ് എട്ടാമത്തെ ആയത്ത്. എട്ടാമത്തെ ആയത്ത് ഖുലൂബുൻ യൗമഇദിൻ വാജിഫ, ഖുലൂബുൻ യൗമഇദിൻ വാജിഫ, ചില ഹൃദയങ്ങൾ ഖുലൂബുൻ, ചില ഹൃദയങ്ങൾ യൗമഇദിൻ, അന്നേ ദിവസം വാജിഫത്തുൻ, ഭയവിഹ്വലമായിരിക്കുകയാണ്, പേടിച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് കഴിഞ്ഞുകൂടുന്നത് അന്ന് ആ ജനങ്ങള്. ചില ആളുകളുടെ ഹൃദയങ്ങൾ, ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ ഹൃദയങ്ങൾ, പേടി, ഭയങ്കര പേടി. ഖുലൂബുൽ കുഫാരി ഫീ ദാലിക്കൽ യൗമി ഖായിഫത്തുൻ, അവിശ്വാസികളുടെ ഹൃദയങ്ങൾ ആ അന്നേ ദിവസം പേടിച്ച് വിഷമിക്കുന്നതാണ്. വജിലത്തും മുത്തരിബത്തുൻ, പേടിച്ചിട്ട് ഹൃദയം കിടന്ന് പിടയ്ക്കുക, ഹൃദയത്തിന്റെ ബീറ്റിങ് കൂടുക പേടി കൊണ്ട്. അപ്പോ അവരുടെ കാഴ്ചകൾ എന്തായിരിക്കും? കാഴ്ചകൾ എങ്ങനെയായിരിക്കും? അബ്സാറുഹാ ഖാശിയ, 9-ാമത്തെ ആയത്ത്. അവരുടെ കാഴ്ചകൾ, ഹൃദയത്തെ പറ്റി പറഞ്ഞു. ഇനി കാഴ്ച അവരുടെ നോട്ടങ്ങള്, അവരുടെ കാഴ്ച, അബ്സാറുഹാ ഖാശിയത്തുൻ, അതും പേടിച്ച് വളരെ നിന്ദ്യമായ വിധത്തിലാവും. അവരെ കാണുമ്പോൾ, അവരെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ അത് ആ നോക്കുന്നവന് മനസ്സിലാവും അവർ വളരെ നിന്ദ്യരായിക്കൊണ്ടാണ് അവിടെ ആ സന്ദർഭത്തിൽ കഴിച്ചുകൂട്ടുന്നത്. അബ്സാറുഹാ ഖാശിയ അബ്സാറു അസ്ഹാബിഹാ, ആ ആളുകള് അവരുടെ കാഴ്ചകള് ദലീലത്തുൻ ഹഖീറത്തുൻ, വളരെ നിന്ദ്യമായിട്ടാണ് അവരെ കാണപ്പെടുക. മിമ്മ ആയനത്ത് മിനൽ അഹ്വാലി, അവര് കാണുന്ന ഭീകര സംഭവങ്ങൾ കാരണമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം അവർക്കുണ്ടാവുന്നത്. അവര് പറയും യഖൂലൂന, അപ്പോൾ അവര് പറയാണ് എന്തെന്ന്, ഇതൊക്കെ ആരാണ്? അവിശ്വാസികളാണ് കേട്ടോ, കാഫിറുകൾ. ഇന്നാല മർദൂദൂന ഫിൽ ഹാഫിറ, ഇന്നാല മർദൂദൂൻ, ഞങ്ങള് ആണോ, ല മർദൂദൂന, തീർച്ചയായും ഞങ്ങൾ മടക്കപ്പെടുന്നവരാണോ, ഫിൽ ഹാഫിറ, വന്നയിടത്തേക്ക് തന്നെ മടക്കപ്പെടുമോ? വന്നയിടത്തെന്ന് പറഞ്ഞാൽ ദുന്യാവിൽ നിന്ന് നമ്മൾ പോകുന്നത്, വന്ന പോലെ തന്നെ മടക്കപ്പെടുമോ? വന്നത് ദുന്യാവിൽ നിന്ന്, അപ്പൊ അങ്ങനെ തന്നെ മടങ്ങി പോവോ എന്നാണ് ചോദിക്കുന്നത്. യഖൂലുൽ അറബ്, അറബികള് പറയാറുണ്ട്, റജാ ഫുലാനും ഫി ഹാഫിറത്തിഹി, ഇന്ന ആള് മടങ്ങിപ്പോയി, അവൻ വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന് പറയാൻ വേണ്ടി, റജാ ഫുലാനും മിന്നൈ സുഷ,
എവിടെ നിന്നാണോ വന്നതെങ്കിൽ അവിടേക്ക് തന്നെ പോയി എന്നുള്ളതിന് അറബികൾ പറയാറുണ്ട് റജാ ഫുലാനും ഫി ഹാഫിറത്തിഹി എന്ന്. അപ്പോ ഇന്നാല മർദൂദൂന ഫിൽ ഹാഫിറ എന്ന് പറഞ്ഞാൽ ഒന്നിടത്തേക്ക് തന്നെ ഞങ്ങൾ മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ ഇവര് പരിഹാസപൂർവം പറയാണ്, ഞങ്ങൾ ദുന്യാവിലേക്ക് തന്നെ പോവോ യക്കൂലൂന. ഇത് ഇവര് ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോ അവര് പറയുന്ന വാക്കുകളാ, ആഖിറത്തിൽ വെച്ച് പറയുന്ന വാക്കല്ല ഇത്. ദുന്യാവിൽ വെച്ച് പറയും ഇസ്തിഹ്സാഅൻ. ഈ ആയത്തിറങ്ങിയപ്പോ വളരെ നിന്ദിച്ചുകൊണ്ട് പറയാം, അല്ലെങ്കിൽ പരിഹാസപൂർവം പറയാം. പരിഹാസവും നിന്ദിക്കലും ആണല്ലോ അവരുടെ പ്രധാന തൊഴില്. ആരുടെ? ഖുർആൻ വിരോധികള്, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ. അവർക്ക് പ്രധാനപ്പെട്ട തൊഴിലും വാചകടിയും വാചാലതയും ഇവിടെ എന്തിലാണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നതിലും ഇസ്ലാമിനെ വിമർശിക്കുന്നതിലും ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും 1500 വർഷമായിട്ട് മുസ്ലിംകൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാലഘട്ടം, ഏറ്റവും നല്ല കാലഘട്ടം എൻ്റെ കാലഘട്ടം, പിന്നെ അതിന് ശേഷമുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കാലഘട്ടങ്ങളെ സംബന്ധിച്ച് അന്ന് നബിയും സഹാബത്തും ജീവിച്ചിരുന്ന കാലഘട്ടം, പിന്നെ സഹാബത്തും താബിഈകള് അവരുടെ താബിഈങ്ങള് ഇങ്ങനെയായിട്ടൊക്കെ കഴിഞ്ഞു കടന്ന കാലത്തിൽ മുസ്ലിംകൾ അനുഷ്ഠിച്ചിരുന്ന കാര്യങ്ങൾ അതിനെ ആക്ഷേപിച്ച് സംസാരിക്കുകയും, അതാണല്ലോ ഈ യുക്തിവാദികളുടെയും പിന്നെ നിരീശ്വരവാദികളുടെയും തൊഴില്. അപ്പോൾ അവര് പരിഹസിക്കലും പിന്നെ പുനർജന്മത്തെ നിഷേധിക്കലും ഇതൊക്കെയാണല്ലോ അവരുടെ തൊഴില്. അതനുസരിച്ച് ഖുർആൻ ഇറങ്ങിയ സമയത്ത് അവർ പരിഹാസപൂർവ്വം ചോദിക്കുക, അയിന്നാല മർദൂദൂന ഫിൽ ഹാഫിറ, ഞങ്ങൾ വന്നിടത്തേക്ക് തന്നെ പോവോ എന്ന്, ഞങ്ങള് ദുന്യാവിലേക്ക് ഞങ്ങളെ മടക്കപ്പെടുമോ എന്ന് ചോദിക്കുകയാണ്. ആ നുറദ്ദു ബഅദൽ മൗത്തി, ഞങ്ങൾ മരിച്ചു പോയതിനു ശേഷം ഞങ്ങളെ മടക്കപ്പെടുമോ? ഇപ്പൊ നസീർ വഹിയ എന്നപ്പോൾ ഞങ്ങള് ജീവനുള്ളവരായിട്ട് ഞങ്ങൾക്ക് ജീവൻ നൽകിയിട്ട് ഞങ്ങളെ മടക്കപ്പെടുമോ? ബഅദ ഫനായിന, ഞങ്ങൾ നശിച്ചു പോയതിനു ശേഷം വനർജിഉ കമാ കുന്നാ അവ്വല മറ, മരിച്ചാൽ ഞങ്ങളുടെ സ്ഥിതി മാറിയില്ലേ, അപ്പോൾ ഞങ്ങൾ മുമ്പ് എന്തായിരുന്നു ആ സ്ഥിതിയിലേക്ക് തന്നെ മടങ്ങുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് പരിഹാസപൂർവ്വം ചോദിക്കും. ഇദാ കുന്നാ ഇദാമൻ നഖിറ, ഞങ്ങളാണോ ഞങ്ങളുടെ എല്ലുകളെല്ലാം നുരുമ്പിപ്പോയതിനു ശേഷം ഞങ്ങളെ അങ്ങോട്ട് മടക്കപ്പെടുമോ? ഞങ്ങളുടെ എല്ലും മാംസവും എല്ലാം മണ്ണിനോട് ചേർന്നിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയിൽ പിന്നെ ഞങ്ങൾക്ക് പുനർജന്മം തന്ന് ഞങ്ങളെ അതേ മുമ്പത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമോ? വലിയ അതിശയം തന്നെ അത് എന്നാണ് അവർ പരിഹാസപൂർവ്വം ചോദിക്കുന്നത്. ഹൽ ഇദാ സിർന ഇലാമൻ ബാലിയ, ഞങ്ങൾ എല്ലുകളെല്ലാം ക്ഷയിച്ചുപോയി ദ്രവിച്ചു പോയ സമയത്ത് ഞങ്ങളാവുമോ മുത്തഫത്തിത്തൻ സനുറദ്ദു വനുബഅസു ഫീഹി മിൻ ജദീദ്, ഞങ്ങളെ മടക്കപ്പെടുമോ, ഞങ്ങൾക്ക് പുനർജന്മം നൽകപ്പെടുമോ പുതുതായിട്ട് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. കാലു അവർ പറയുന്നത് തിൽക്ക, അപ്പൊ പിന്നെ അവർ പറയാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇതാണ് കാലു അവര് പറഞ്ഞു, അതായത് 12ാമത്തെ ആയത്ത തിൽക്ക, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഇതൻ കറത്തുൻ ഖാസിറ, ഒരു വലിയ നഷ്ടം തന്നെയാണ് ആ മടക്കം. ഇൻകാനൽ ബഅസു ഹഖ്കൻ, പുനർജന്മം സത്യമാണെങ്കിൽ അതിന്റെ തഫ്സീറ വായിക്കുന്നത്. ബഅസനാ ബഅദ മൗതിന, ഞങ്ങൾ മരിച്ചതിനു ശേഷം ഞങ്ങൾക്ക് പുനർജന്മം നിന്ന് ഞങ്ങളെ മടക്കപ്പെടുകയാണെങ്കിൽ ഫസൗഫ നകൂനു മിനൽ ഖാസിരീൻ, ഞങ്ങൾ വല്ലാതെ നഷ്ടപ്പെട്ട ആളുകളായി തീരും. ലിഅന്നനാ മിൻ അഹ്ലിന്നാർ,
കാരണം ഞങ്ങൾക്ക് നരകാണ് കിട്ടുക. ഇതൊക്കെ അവർ പരിഹാസപൂർവം പറയാം. തമ്മിൽ കുഫാറുകൾ മുശ്രിക്കുകൾ തമ്മിൽ ഖുർആൻ ഇറങ്ങുമ്പോൾ പറയുന്ന വാക്കുകളായതല്ല. അപ്പോൾ 12 ആയത്തുകളാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 13 മുതൽക്ക് അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഇവിടെ അക്യുറേറ്റ് ട്രാൻസ്ലേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അത് 25 വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ട്രാൻസ്ലേഷൻ വർക്കുകൾ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കും. അത് ആവശ്യമുള്ളവർ ഓൺലൈനായിട്ട് തന്നെ വർക്ക് ചെയ്യാനും ചെയ്ത് അത് തിരിച്ചു നൽകാനും ഒക്കെ സാധിക്കും. അതിൻ്റെ പേയ്മെൻറ്റ് നടത്താനും ഒക്കെ. അപ്പോൾ ഉള്ളവർ താഴെ ഈ ഇതിൻ്റെ തമ്പനയിലിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ച് സംസാരിച്ചാൽ ഏത് തരം വർക്കുകളും ചെയ്യാം. ഇംഗ്ലീഷിലോ അറബിയിലുള്ള ഏത് തരം വർക്കുകളും ട്രാൻസ്ലേഷൻ വർക്കുകൾ ചെയ്യാം. പിന്നെ ഇപ്പോൾ സാധാരണയായിട്ട് കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന് അവരുടെ പ്രോപ്പർട്ടി ഡോക്യുമെൻ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. മലയാളത്തിൽ ഇവിടെയുള്ള ആധാരങ്ങൾ അത് ഇംഗ്ലീഷിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ധാരാളം ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ മലയാളത്തിലുള്ള ആധാരം ഇംഗ്ലീഷിലാക്കി കൊടുക്കും. അതുപോലെയുള്ള കോടതി വ്യവഹാരങ്ങൾ, അറബിയിലുള്ള കോടതി പ്രൊസീഡിങ്സ് അതെല്ലാം ഇംഗ്ലീഷിൽ ആവശ്യമുള്ളവർക്ക് അത് ചെയ്യും. ഇംഗ്ലീഷിലുള്ളത് അറബിയിലുമാണ്. അപ്പോൾ ഇത്തരം വർക്കുകൾ ഇവിടെ വളരെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കും. പിന്നെ ഇത്തരം കോഴ്സുകളും ഇവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതും 25 വർഷമായിട്ട് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നതാണ്. ഇതിൻ്റെ മുമ്പ് ഇതെല്ലാം ഗൾഫിൽ ചെയ്തിരുന്ന വർക്കുകളാണ്. 24 വർഷമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തിരുന്ന വർക്കുകളാണ്. അതിൻ്റെ പേരിൽ അതിൽ നല്ല എക്സ്പീരിയൻസും ഉണ്ട്. അത് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. പിന്നെ സുബഹുൽ മുഅല്ലഖ എന്ന് പറയുന്ന പ്രാചീന കവിതകളുണ്ട് അറബിയിൽ. 1500 വർഷം പഴക്കമുള്ള കവിതകൾ. അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള ബാനസ്വാദ പോലെയുള്ള, സുബഹുൽ മുഅല്ലഖ പോലെയുള്ള, പിന്നെ ഇസ്ലാമിൽ മറ്റൊരു കവിത ഉണ്ട്, നബിയുടെ മദഹ് ബുർദ. ഇമാം ബൂസീരി എഴുതിയ കവിതയാണിത്, ബുർദ. പിന്നെ ബാനസ്വാദ കഅബ് ഇബ്നു സുഹൈർ റസൂലിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് പാടിയ കവിതയാണ്. ഇത് എല്ലാം പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെ. പിന്നെ സുബഹുൽ മുഅല്ലഖ 7 മുഅല്ലഖാണ് അടങ്ങിയ കവിത, അതും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആവശ്യമുള്ളവർ ഫോണുമായി ബന്ധപ്പെടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.